മാറ്റ് ഹാർഡി റിവ്യൂ എടുക്കാൻ പാടാണ്. ഹാവോക്ക് കയറി ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഹാവോക്ക് കയറി പോകുന്നുണ്ട് നോക്കാം. ടോർ ക്രേസി, ടോർ മായവി, ടോർ ദാമു മാത്രമാവുന്നു. മാറ്റ് ഹാർഡിയുടെ റിവ്യൂ നോക്കൗട്ട് ആയി മാറ്റ് ഹാർഡി ഫിനിഷ് റിവ്യൂ എടുക്കാൻ പറ്റില്ല. ടോർ ടീം നിൽക്കുന്നു അവിടെ. നോങ്ങർ 3 നിൽപ്പുണ്ട്. ഹാവോക്ക് ടീം മാറ്റ് ഹാർഡി തപ്പിക്കുക. റോസ്നെ ഇടിച്ചൊക്കെ കൊന്നിരിക്കുന്നു. അയ്യോ വെരി ബാഡ് മാൻ. Don't do this. No, don't punch and kill an enemy. That's not honor. That's not honor way to kill an enemy. So ഇവിടെ വൈൽഡ് ഹണ്ടർ 14 ഗെയിം ഹാവോക്ക് നിൽപ്പുണ്ട്. മാറ്റ് ഹാർഡി നൈസായിട്ട് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. വൈറ്റ് ഹാർഡി ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ച് നോക്കുകയാണ്. അടിക്കുന്നുണ്ട് അവിടെ. നല്ല രീതിയിൽ ടാഗ് കൊടുത്തു. അവിടെ ഗോസ്റ്റോപ്പി നോക്കൗട്ട് ആകുന്നു. ടോർ ദാമു നോക്കൗട്ട് ആക്കുന്നു. ടോർ ദാമു നൈസായിട്ട് കവർ എടുത്ത് നോക്കൗട്ട് ആയിട്ടുണ്ട്. ഗോസ്റ്റോപ്പി അടുത്തായിട്ട് ട്രിപ്ലെക്സ് ഡൊറോത്തി അടിച്ച് ഡോർ ദാമുവിനെ അടിച്ച് ഫിനി നോക്കൗട്ട് ആക്കുന്നു. ക്രേസി കയറി വരുന്നു. ട്രേസി അവിടെ വൈൽഡ് ഹണ്ടറിന് ടാഗ് കൊടുക്കുന്നു. വൈൽഡ് ഹണ്ടർ ക്രേസി കൊടുക്കുന്നു. ടാഗ് കൊടുക്കുമ്പോഴത്തേക്ക് വൈൽഡ് ഹണ്ടർ ചാടി ഓടി കയറി വരുന്നുണ്ട്. വൈൽഡ് ഹണ്ടർ നോക്കൗട്ട് ആകുന്നു. അവിടെ ഗോസ്റ്റോപ്പി റിവൈവ് എടുക്കാൻ നേരം പോകും. വൈൽഡ് ഹണ്ടറിൻ്റെ കില്ല് കൺഫേം ചെയ്ത് നോക്കുന്നത്. മാറ്റ് ഹാർഡിയുടെ കില്ല് തിരിച്ചടിക്കുന്നു. ട്രിപ്ലെക്സ് ഡൊറോത്തി 1 HP നിൽക്കുന്നു. ട്രിപ്ലെക്സ് ഡൊറോത്തി തിരിച്ചടിച്ചു. ടോർ ക്രേസി നോക്കൗട്ട് ആകുന്നു. ടോർ ദാമു ഇവിടെ പോയി. ടോർ മായ ബാക്ക് വഴി വരുന്നു. ടോർ മായ ബാക്ക് വഴി പോയി അടിക്കുന്നു. ടോർ മായ ബാക്ക് വഴി പോയി അടിച്ചത് ഫിനിഷ് ആക്കുമെന്ന് അറിയില്ല. നോക്കാം. ഒറ്റൊരാളും കൂടെ ഉള്ളൂ. ഫിനിഷ് ആക്കുന്നു. എൻ്റെ മുത്തെ ഇത്രയും കറങ്ങി വന്ന് അതൊരു കിടിലം പ്ലേ ആയിരുന്നു. ടോർ മായാവി അവിടെ കട്ടയ്ക്ക് അത്രയും കറങ്ങി വന്നിട്ട് അടിച്ചിരിക്കുകയാണ്. ബാക്ക് ഇവിടെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സോ എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടോർ ദാമുവിൻ്റെ കില്ല് എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. ടോർ ക്രേസി റിവ്യൂ എടുക്കാൻ നോക്കുന്നുണ്ട്. നോക്കാം അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക എന്നുള്ളത്. മരിയ കുര്യനിലോട്ട് പോയി നോക്കാം. മരിയ കുര്യൻ എന്ത് ചെയ്യുന്നു? മരിയ കുര്യൻ നൈസായിട്ട് നിപ്പുണ്ട്. മരിയ കുര്യൻ നൈസായിട്ട് ഒരു MPV തോക്കം പിടിച്ചോണ്ട് നിപ്പുണ്ട്. എന്തിനാണ് നിൽക്കുന്നത് അറിയില്ല. DS അസ്റ്റി ബിൽ മാത്യൂസിനെ അടിക്കുന്നു. DS അസ്റ്റി ധരിക്കുന്നു. DS അസ്റ്റി ഇത് എവിടെയാണ് അടിക്കുന്നത്? DS അസ്റ്റി ഇവിടെയാണ് അടിക്കുന്നത് തോന്നുന്നു. DS അസ്റ്റി മിൽസൺസ് കറിക്കുന്നു. DS അസ്റ്റിയിലോട്ട് പോകും. DS അസ്റ്റി 2 കില്ല് കൺഫേം ചെയ്തു. JG ജോലിന് നോക്കൗട്ട് ആവുന്നു. അത്തരം വേട്ടക്കാരൻ സൈഡിൽ എവിടെയെങ്കിലും വേട്ടക്കാരൻ നൈസായിട്ട് ഇവിടെ കവറുടെ നിപ്പുണ്ട്. ഇവിടെ അടിക്കുന്നത് ഇവിടെയാണ് അടിയെടുക്കുന്നത്. ടോറിങ്ങനെ നെൽസൺ സി സൈമനെ ഫിനിഷ് ആക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഇവിടെ വൈപ്പാക്കുന്നു തോന്നുന്നു. ഹൈദർബാൻ വൈപ്പാക്കുന്നു. SR ടീം തൊട്ടടുത്തുണ്ട്. SR ടീം തൊട്ടടുത്തുള്ള ഇവിടെ ഇവർക്ക് DS ഹൈപ്പർ വെയിറ്റ് നഷ്ടമായിട്ടുണ്ട്. ബാക്കി എല്ലാ ടീംമേറ്റ്സും ഇവിടെ ഉണ്ട്. സോ DS ടീം തൊട്ടടുത്ത് തന്നെ SR ടീം വേഴ്സസ് DS ടീം ഒരു ഫൈറ്റ് നടക്കില്ല എന്നുള്ളത് കണ്ടു നോക്കാം. എല്ലാവരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇനി വീണ്ടും ഓർമ്മിപ്പിക്കണം. ദയവ് ചെയ്ത് ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നു പോവല്ലേ. സോ എന്തായാലും എല്ലാവരും ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കാം അടുത്ത ഫൈറ്റ് എവിടെ ആയിരിക്കും. SR ടീം തൊട്ടടുത്ത് SR ടീമിലോട്ട് പോയി നോക്കാം. SR ടീം എന്താണ് ചെയ്യുന്നത്? SR ടീം TP നിൽപ്പുണ്ട്. അവിടെ DS ടീമിനെ നോക്കി നിൽക്കുകയാണ്. SR ഹാർലെ ജൂഡും അതുപോലെ ലൂസിഫറും ജോക്കറും എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. നോക്കി അടിക്കുന്നു. ടീം 25 കൊണ്ട് കയറുന്നു. ടീം 25 വണ്ടി എടുത്ത് പോകുമ്പോൾ ടീം 25 അടിക്കുന്നുണ്ട്. പക്ഷേ അവർ 10 vs 3 റോക്കി അവർ തിരിച്ചു പോയി അടിക്കാനുള്ള പ്ലാനാണെന്ന്. എന്താണ് തിരിച്ചു പോയി അടിക്കാൻ പ്ലാനുണ്ട്. നോക്കി അവർ തിരിച്ചു പോയി അടിക്കുമ്പോൾ അതാണ് ഫൈറ്റ് എടുക്കുമ്പോൾ അറിയില്ല. അന്നേരം ഫൈറ്റ് എടുക്കാൻ തന്നെ ചാൻസ്. അവർ വണ്ടി നിർത്തിയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനിലാണ് അവർ പോകുന്നത്. റോക്കി സീറോ സോൾ ഫിനിക്സ് ടീം കയറി പോകുന്നുണ്ട്. അവിടെ കയറിപ്പോയി പുഷ് ചെയ്യാനുള്ള പ്ലാൻ 10 vs 3 റോക്കി 03 അവരടിക്കുന്നുണ്ട്. അവരടിച്ച് ടാഗ് വണ്ടി അടിച്ച് പൊട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി അടിച്ച് രണ്ടുപേർക്ക് ടാഗ് ഇട്ടിട്ടുണ്ട്. എന്തായാലും രണ്ടുപേർക്ക് നല്ല ടാഗ് കിട്ടി. സ്മോക്ക് ഇട്ടിട്ട് അവിടെ കവർ എടുത്ത് കയറാനുള്ള പ്ലാൻ. എന്തായാലും DS ടീം കയറി പുഷ് ചെയ്യാൻ പ്ലാനുണ്ട്. DS ടീം കയറി പുഷ് ചെയ്യുക. അവർ സ്മോക്ക് ഇടുന്നുണ്ട്. അവിടെ കാർണൈൻ M24 വെച്ചാണ് തോന്നുന്നു. M24 സ്നൈപ്പർ ഷോട്ടാണ് സപ്രസ് വെച്ച് അടിച്ചത്. എന്തായാലും സ്മോക്ക് ഇട്ട് അവിടെ കംപ്ലീറ്റ് നിറയ്ക്കുകയാണ്. സ്മോക്ക് ഇട്ട് നിറച്ചവർ എന്തായാലും പുഷ് ചെയ്യാനുള്ള പ്ലാനാണ് തോന്നുന്നത്. എന്തായാലും നല്ല രീതിയിൽ അവരെ അടിക്കുന്നുണ്ട്. പക്ഷേ വണ്ടി എടുത്തവർ നൈസായിട്ട് ബാക്ക് വലിച്ച് പുഷ് ചെയ്യാനല്ല. അവർ വണ്ടി എടുത്ത് ബാക്ക് വരികയാണ് ചെയ്തത്. വണ്ടി സേഫ് ആക്കാനാണെന്ന് തോന്നുന്നു. ഇല്ല, വണ്ടി സേഫ് ആക്കാനല്ല, അവർ സേഫ് ആവാൻ തന്നെയാണ് അവർ പോയത്. സോ എന്തായാലും അവിടെ ഫൈറ്റ് നടക്കുന്നില്ല. എന്തായാലും SR ടീം കയറി പുഷ് ചെയ്യുന്നു. നോക്കാം. SR ടീമിലൂടെ പോകുന്നത്. SR ടീം ബാക്ക് വഴി കയറുന്നു. SR ടീം ബാക്ക് വഴി കയറി വരുമ്പോഴത്തേക്ക് നോക്കാം SR ടീം അടിക്കില്ല എന്നുള്ളത്. SR ടീം കവർ എടുത്ത് വന്ന് കയറി പോകുന്നുണ്ട്. DS ടീമിൻ്റെ അടുത്തേക്ക് കയറി പോകുമ്പോൾ ടീം 25 നൈസായിട്ട് അവിടെ നിൽപ്പുണ്ട്. DS ടീം അവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. സോറി, DS ടീം 24 നിൽക്കുന്നത്. SR പാണ്ടവിടെ ഹിന്ദോസ് നോക്കൗട്ട് ആകുന്നു. ടോർ ജനസ് ഹിന്ദോസ് രാജ്പൂത് നോക്കുന്നു. ടോർ ജനസ് NTW നിഞ്ചയെ നോക്കൗട്ട് ആകുന്നു. ഇതെവിടെ വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട്. നോക്കാം ഇവിടുത്തെ ഫൈറ്റ് എവിടെ നടക്കുക ഇല്ല എന്നുള്ളത്. നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ലൈവ് കാണുന്ന ആരെങ്കിലും ലൈവ് ഉണ്ടോ ഇല്ലെന്നൊന്ന് കരക്കരുന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു. ടോർ ഈഗൻ നോക്കുന്നുണ്ട്. ടോർ ഈഗൻ അവിടെ ഫുഡ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ടോർ ഈഗൻ ബാക്കിൽ നോക്കുന്നുണ്ട്. ടോർ ഈഗൻ ഇവിടെ ആരാണ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. അവിടെ SR ലൂസിഫറും TP നോക്കുന്നു. ടോർ ഈഗൻ നൈസായി നോക്കുന്നുണ്ട്. അവിടെ ഹിന്ദോസ് MRS ടോർ ജനസിസ് ഫിനിഷ് ആക്കുന്നുണ്ട്. നോക്കാം അവിടെ അടുത്ത അടി എവിടെ നടക്കുന്നത് മനസ്സിലാവുന്നത്. എന്തായാലും അടി നടക്കുന്നുണ്ട്. ഇവിടെയാണ് അടി. ടോർ ജനസിസ് ഹിന്ദോസ് MRS കില്ല് കൺഫേം. സോ ഇവിടെയാണ് അടി നടക്കുന്നത്. അവിടെ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ടീം 8 അവിടെ ടീം 8 ആണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മരിയ കുര്യൻ തൊട്ടടുത്തുണ്ട്. മരിയ കുര്യൻ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നോക്കാം കണ്ടറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ലൈവ് കട്ടായോ? ടീം 14 സിസാൻ ബിഗ് സാർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല നോക്കാം. പ്ലീസ് ഷോജി ഇപ്പോൾ ബിഗ് ഫാൻ ഷാൻസർ ബിഗ് ഫാൻ പ്ലീസ് ഷോ ടീം 13 ടീം 14 13 കാണിക്കാൻ പറയുന്നത് ഉറപ്പായിട്ടും കാണിക്കാമല്ലോ ബ്രോ. ടീം ഇപ്പോൾ 14 13 ഒക്കെ കാണിച്ചിരിക്കും. ഉറപ്പായിട്ടും കാണിച്ചിരിക്കും.
ആറ്റം ഗോലോട് RHC മർഗൻ 14 PF റോസ് ഹിന്ദോസാൽ ബി ബോഗിമാൻ അടങ്ങുന്ന ടീം ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ തൊട്ടടുത്ത ഏതെങ്കിലും ടീമുണ്ടോ? തൊട്ടടുത്ത ടീം 22 ഉണ്ട്. ആറ്റം ഗോലോട് SR പാണ്ട് അടിച്ച് ഫിനിഷ് ആറ്റം ഗോലോട് എല്ലാവരും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആറ്റം ഗോലു എല്ലാവരും അടിച്ച് ഫിനിഷ് ആക്കി ഒറ്റയ്ക്ക് ഫിനിഷ് ആക്കിയ ടീം 13 എന്ന് കാണിച്ചേക്കാം. ടീം 13 ഓജി ആൻഡ് ഗിനി മിസ്റ്റർ എന്ന ടീം അവരുടെ അടുത്ത് നോക്കിയാൽ സാർ ലെഫ്റ്റ് ടോപ്പ് നിഞ്ച നിൽക്കുന്നത് നോക്കാം. ഓജി ആൻഡ് ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല ഓക്കെ സാർ ലെഫ്റ്റ് ഒറ്റയ്ക്കാണ്. ഓജി ആൻഡ് എന്ന് കാണിക്കാൻ പറ്റും. ഓജി ആൻഡ് എന്തായാലും കാണിച്ചിട്ടുണ്ട്. ഓജി ആൻഡ് ഇതാണ് ഓജി ആൻഡ് കുഴപ്പമൊന്നുമില്ല. സോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ലൈവ് ഉണ്ടോ എന്ന് പറയുക. ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോരുത്. ലൈവ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എനിക്ക് ലൈവ് ഷോ ജോജി അൻപു ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ സോ എന്തായാലും നോക്കി ഇവിടെ ഫൈറ്റ് എടുക്കുന്ന ആരൊക്കെയാണ്, അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും വരിക നോക്കാം. എനിക്ക് എന്തായാലും ഇവിടെ ലൈവ് കാണുന്നില്ല. എനിക്കിവിടെ ഇതൊരു സ്ക്രീനിൽ വേറെ ചാറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. എനിക്ക് വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട്. വേറെ എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത് നോക്കിയാൽ DS ജോഹാൻ വെയിറ്റ് അടിക്കുന്നത്. ജോഹാൻ വെയിറ്റ് ഇവിടെയാണ് ഫൈറ്റ് എടുക്കുന്നത്. സോ DS ജോഹാൻ വെയിറ്റ് ഇവിടെ അല്ല നടക്കുന്നത്. 23 ജോഹാൻ വെയിറ്റ് SR ഹാളി അടിച്ച് നോക്കൂടെ. SR ഹാളി ഫിനിഷ് ചെയ്ത് SR ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കില്ല. SR ലൂഡും ലൂസിഫറുണ്ട്. SR റിവൈവ് എടുത്തുകൊണ്ടിരിക്കാൻ റിവൈവ് എടുക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി വൈപ്പാക്കി DS ടീം അങ്ങനെ SR ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കിയിട്ടുണ്ട്. എൻ്റെ മുത്ത അടിപൊളി. എന്തായാലും ലൈവ് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സോ ലൈവ് ലൈക്ക് ചെയ്യാൻ മറന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും കാണിക്കാൻ ടീമിനെ. സോ നോക്കാം അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക എന്നുള്ളത് നോക്കി ഫൈറ്റ് എടുക്കുന്ന നോക്കി പോയി നോക്കാം. എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. Aman Mash Shibaksha, welcome to the stream. So bro, I have shown this both of the team number 13 and team number 14. So there is another fight happening between Maria Kurian and Atom Golu have finished Maria Kurian. So only Mathan is the sole survivor of this team. So let's see whether Mathan can survive this thing or not. So welcome to the stream all. So if anyone is still yet to subscribe to the channel, please subscribe and please like the channel. So COD Ghost, there is a fight between COD Ghost and DS Abu Ahmad. So low to there. DS ഓൾജി അവിടെ PF റോസ് എല്ലാം ഫിനിഷ്. DS ടീമിനെ കംപ്ലീറ്റ്ലി അവിടെ വൈപ്പ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. DS ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. DS അബു അഹമ്മദ് മാത്രം ബാക്കിയുണ്ട്. DS അബു അഹമ്മദിലോട്ട് പോയി നോക്കാം. DS അബു അഹമ്മദ് എന്ത് ചെയ്യാൻ പറ്റും? DS അബു നോക്കൗട്ടാണ്. DS അസ്നീത് മാത്രം ബാക്കി. DS അസ്നീത് എന്ത് ചെയ്യുന്നറിയാം. DS അസ്നീത് അവിടെ നിൽപ്പുണ്ട്. DS അസ്നീത് ബാൻഡേജ് ഒക്കെ ചുറ്റിക്കുന്നു. DS അസ്നീത് ബാൻഡേജ് ചുറ്റി നിൽക്കുമ്പോൾ ബാക്കി ടീമേറ്റ്സ് കയറി വരുന്നത്. ബാക്കി ടീം കയറി വരുന്നത്. COD പ്രൈസ് അവിടെ വേട്ടക്കാരനെ നോക്കൗട്ട് ആയിരുന്നു. COD പ്രൈസ് അവിടെ വേട്ടക്കാരനെ നോക്കൗട്ട് ആക്കുന്നു. നോക്കാം അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്ത് വേണോ സംഭവിക്കാം നോക്കിയത്. വേട്ടക്കാരൻ്റെ കില്ല് കൺഫേം ആക്കുന്നു COD പ്രൈസ്. ഇവിടെ COD ടീമും ഹിന്ദുസാൽക്കും ടീം 14 ഫൈറ്റ് എടുക്കാൻ DS അസ്നീത് കയറിപ്പോൾ DS അസ്നീത് നൈസായിട്ട് ഇവിടെ TP പെട്ട് നിൽക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ആരെയും കയറി വന്ന് അടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽപ്പുണ്ട്. സോ ഇവിടെ നിൽക്കുന്ന ടീം നമ്പർ 14 നിൽക്കുക. ടീം 14 എന്നാൽ DS സോൾജിൻ്റെ കില്ല് കൺഫേം ചെയ്ത് സമൂഹം DS അസ്നീത് മാത്രം ബാക്കി. നോക്കാം അവിടെ മോള് ഹെൽത്ത് എടുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ മോള് ഹെൽത്ത് എടുക്കുന്ന സൗണ്ട് ഇവർ കേട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങോട്ട് കയറി നോക്കുന്നത് അവരെല്ലാം സ്റ്റെയർ നോക്കി നിൽക്കുകയാണ്. സ്റ്റെയറിൽ ആരെയും കയറി വന്ന് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നോക്കി എനിക്ക് ഹവോക്കോട് ആറ്റം ഗോലിനെ അടിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ഹവോക്ക് ആറ്റം ഗോലിന് ഒറ്റയ്ക്കായിരുന്നു. ആറ്റം ഗോലിനെ കളിച്ച് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒരു മൊളോട്ടോവ് കയറിയാനുള്ള പ്ലാൻ. മൊളോട്ടോവ് പറഞ്ഞിട്ടുണ്ട്. മൊളോട്ടോവ് റിസൾട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ടില്ല. റിസൾട്ട് ഉണ്ടാക്കിയില്ല. നോക്കാം ഇവർ കയറി പുഷിയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയില്ല. DS അസ്നീത് അവിടെ DS അസ്നീത് നിൽക്കുന്നു. അബു അഹമ്മദ് അപ്പുറത്താണെന്ന് തോന്നുന്നു. അബു അഹമ്മദ് നോക്കി നോക്കാം. അബു അഹമ്മദ് അപ്പുറത്തുണ്ട്. സോ ഫൈറ്റ് ഇവിടെ നിൽക്കുന്നത്. ഫൈറ്റ് സ്റ്റിൽ ഓൺ ബിറ്റ്വീൻ ടീം നമ്പർ 22 and team number 14. So team number 14 PF Professor, PF Boogeyman, Hindu Salk and COD goes in team number 14 versus team number 22 DS Asnid and DS Muhammad, DS Abu Muhammad. So let's watch who will win this battle, team number 22 or team number 14. Let's stick on here since there is no other fight happening around, so I will stick on to this fight only. Team number 14 versus team number 22. Already team number 22 lost DS Algier with the fight, so let's see whether they can cope up with the fight with team number 14 with the outnumbered team of 2 people. So 2 versus 4 situation here between 14 and 22, but there is another fight happening between TNT Akhtar more which you have to look on that. എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്? സോ ഇവിടെയാണ് നടക്കുന്നത്. സോ നോക്കാം അങ്ങോട്ട് പോയി നോക്കാം അവിടെ നടക്കുന്ന ഫൈറ്റ് ആരൊക്കെ ടൈമിലാണ് അവിടെ ഫൈറ്റ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ PSM. സോ I think there is only one guy left in PSM team and only one guy in team number 1. So they are pushing towards them. So they are pushing towards Rocky 05. I think they are pushing towards Rocky 05. അങ്ങോട്ട് നോക്കാം അവിടെ PSM ക്രോണോസ് ഒറ്റയ്ക്കാണ്. PSM ക്രോണോസ് ഷോ ടീം 18 പറഞ്ഞു. ഓഫ് കോഴ്സ് ബ്രോ ഐ വിൽ ഷോ ടീം 18. ടെന്നസ് മുഹമ്മദിനെ അവിടെ അടിക്കുന്ന ടീം 18 കാണിക്കുന്ന ടെന്നസ് മുഹമ്മദിനെ അവിടെ നോക്കൗട്ട് ആക്കുന്നുണ്ട്. ഫിനിഷ് ആക്കിയൊന്നും MK രമൻ്റെ അടുത്തേക്ക് ആൾ വരുന്നുണ്ട്. ഇവിടെ അവർ ഫൈറ്റ് നടക്കും. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഷോ ടീം നമ്പർ 18 ആഫ്റ്റർ ദിസ്. IRX PSC ടെറാസെ നോക്കൗട്ട് ചെയ്യുന്നു. അവിടെ സ്മോക്ക് ഇട്ട് റിവൈവ് എടുക്കാൻ നോക്കുന്നത്. സോ IRX ടീം കയറി വരുന്നു. IRX ടീം കയറി പോകുന്നുണ്ട്. IRX ടീം ഇവിടെ കയറി പോകുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും റിവൈവ് എടുക്കുന്ന ടീം നമ്പർ 18 കാണിക്കാൻ പറഞ്ഞ ടീം നമ്പർ 18 അവിടെ സ്മോക്കൊക്കെ ഇട്ട് നിറയ്ക്കുകയാണ്. സ്മോക്കൊക്കെ ഇട്ട് നിറയ്ക്കുമ്പോൾ നോക്കി എന്ത് സംഭവിക്കുന്നു. മൊളോട്ടോ വിടുന്നു. എന്താ സംഭവം? സ്വന്തം ടീമിനെ മൊളോട്ടോ വിട്ട് കൊല്ലാനുള്ള പ്ലാനാണ്. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഫസ്റ്റ് എയ്ഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്
എനിക്ക് തോന്നുന്നു അതിന് മുന്നേ നോക്കൗട്ട് ആവും. ഇല്ല, നോക്കൗട്ട് ആയില്ല, ഭാഗ്യം, ജസ്റ്റ് മിസ്. ഇവ എന്ത് മണ്ടത്തിലാണോ കാണിച്ചതല്ല. BR ടീം എടുത്തൊരു പോകണം, ഗ്രനേഡ് കയറിയാണ്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ, ആരൊക്കെ നോക്കൗട്ട് ആവുന്നുണ്ട് അവിടെ. മുനാവർ ഫൈനൽസ് നോക്കൗട്ട് ആണ്. എന്തായാലും IRX ടീം അവിടെ ഓടി നോക്കുന്നു. IRX ടീം നോക്കുന്നു. MK രമൻ അടിക്കാൻ നോക്കുന്നു. MK രമൻ നോക്കൗട്ട് ആവുന്നു. അവിടെ നൗഫൽ ഷാ PS ടെറസ് നിൽക്കുന്നു. PS ടെറസ് നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നു. PS ടെറസ് ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. അവിടെ ആരെയൊക്കെ അടിക്കുന്നു, നോക്കൗട്ട് ആവുന്നു. DS ടെറസ് നോക്കൗട്ട് ആവുന്നു. അവിടെ കംപ്ലീറ്റ്ലി ടീം നമ്പർ നൗഫൽ ഷാ മാത്രം, നൗഫൽ ഷായും ഫിനിഷ് ചെയ്യുന്നു. സോ ടീം നമ്പർ 17 അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ആവുന്നു. സോ ടീം നമ്പർ 18 ടീം ഷാർക്ക്, ടീം നമ്പർ 18. സോ TNT Akhtar, TNT Shark and Havoc goes to Rat IRX നോക്കൗട്ട് ആകുന്നു. ടെന്നസസ് ടോറിനെ നോക്കൗട്ട് ആകുന്നത്. എവിടെയാണ് നടക്കുന്നത്, എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്, നോക്കാം. ടെന്നസസ് മുഹമ്മദിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയാണോ അറിയില്ല. എന്തായാലും നോക്കാം. വേറെ ഫൈറ്റ് നടക്കുന്നില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് തന്നെ പോവാം. COD പ്രൈസ് അടിക്കുന്നു. COD പ്രൈസ് ഇവിടെയാണോ ഫൈറ്റ് നടക്കുന്നത്, ഡൗട്ടുണ്ട്. അവിടെയും ഫൈറ്റ് നടക്കുന്നില്ലെങ്കിൽ വേറെ എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്, ഇങ്ങോട്ടാണോ ഫൈറ്റ് നടക്കുന്നത്, നോക്കാം. അവിടെയാണോ ഫൈറ്റ് നടക്കുന്നത്, ഡൗട്ടുണ്ട്. റൈജ് IRX ഹവോ ഗോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഹവോ ഗോസ്റ്റ് നോക്ക്ഡൗട്ട് ആണ്. COD പ്രൈസും കയറി വരുന്നുണ്ട്. COD പ്രൈസും COD ടീം കയറി വരുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ കയറി വരുന്നുണ്ട്. സോ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ടീം നമ്പർ 18 ഓൾറെഡി പ്ലേസ് ഓൾ ടെന്നസസ് മുഹമ്മദ് തീരുന്നുണ്ട്. COD ടീം സോണിലോട്ട് കയറി വരുന്നുണ്ട്. IRX ടീമിന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹവോ ടീമിന് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരും ഇവിടെ നടത്തുന്നു ഇല്ല എന്തായാലും. സോ ഹാവ് എ ഗോസ്റ്റ് സ്റ്റിൽ നോക്ക്ഡ് ഔട്ട്. നോക്കാം എന്ത് സംഭവിക്കുന്നു. ഷോ നമ്പർ 18 എന്ന് പറയുന്നത് ടീം നമ്പർ 18 നമുക്കൊന്ന് കാണിക്കാം. ടീം നമ്പർ 18 TNT ഷാർക്ക്, TNT അക്തർ ഡക്ലിൻ്റെ ഒക്കെ ടീമാണ്. അവരവിടെ സേഫ് ആണോ നോക്കില്ല. അവരടുത്ത് വേറെ അങ്ങനെ ആരും കാണാനില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. സോ they stay for now. Rocky 01 is there, but I think Rocky, I have to get the weak point of Rocky. So Rocky കണ്ടു. So they have finished Rocky 01. COD ഹവോ ഗോസ്റ്റ് Rocky ഗോസ്റ്റിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വീണ്ടും പോവാം. ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. IRX വേഴ്സസ് COD ടീം. IRX വേഴ്സസ് COD ടീം നടക്കാൻ ചാൻസ്. Rocky 01 DS ജോണി നോക്കൗട്ട് ആക്കി. DS ജോഹാൻ വൈറ്റ് നോക്കൗട്ട് ആക്കി. അതെവിടെയാണെന്ന് നോക്കണം. ജോഹാൻ വൈറ്റ് നോക്കൗട്ട് ആക്കണമെങ്കിൽ ഇവിടെ ആവാൻ സാധ്യതയുണ്ട്. ജോഹാൻ വൈറ്റ് നോക്കൗട്ട് ആണ് നോക്കുന്നത്. ടോറിയെ നോക്കൗട്ട് ആണ്. DS സൈബർ എടുത്തത്. സോ ഒറ്റ DS വില്ലൻ മാത്രമാണ് ബാക്കി. DS വില്ലൻ നോക്കിയാൽ DS വില്ലൻ എവിടെയാണ്? DS വില്ലൻ അടുത്തൊന്നും കാണുന്നില്ലല്ലോ. DS വില്ലൻ എവിടെ? സോ DS വില്ലൻ സ്റ്റിൽ ഇവിടെ നിൽപ്പുണ്ട്. വേറെ ഫൈറ്റ് നടക്കുന്നില്ല. DS വില്ലൻ നൈസായിട്ട് സോണി കയറാണ്. സോ Rocky 01 ജോഹാൻ വൈറ്റിൻ്റെ കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇവിടെ ഫൈറ്റ് നടക്കുന്നതിനെ നോക്കാം. അടുത്ത ഫൈറ്റ് COD പ്രൈസിന് അടിക്കുന്നു. ഞാൻ പറഞ്ഞില്ല അവിടെ ഫൈറ്റ് നടക്കും. COD പ്രൈസ് നോക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ട്. COD പ്രൈസ് നോക്കൗട്ട് ആയിട്ടുണ്ട്. COD ബാക്കി ടീം അവിടെ സ്മോക്ക് ഇട്ട് റിവ്യൂ എടുക്കാൻ നോക്കുന്നുണ്ട്. IRX ടീം തൊട്ടപ്പുറത്തുണ്ട്. IRX ടീം ഇപ്പോൾ IRX കവർ ഫയർ എടുക്കുന്നുണ്ട്. നോക്കാം. IRX ടീം ടോർ ക്രേസി ടോർ ടീം തൊട്ടപ്പുറത്തേനുണ്ട്. നോക്കാം അവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. നോക്കാം എവിടെയാണ് അടി നടക്കുക എന്നുള്ളത് നോക്കാം. വേറെ ഫൈറ്റ് ഒന്നും കാണുന്നില്ല. വേറെ പ്രശ്നം തന്നെ ഇല്ല. നോക്കാം ഇവിടെ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ അടിക്കുന്നുണ്ട്. PF ബൂഗിമാൻ SR ലെഫ്റ്റ് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 11 ടീം 27 പ്ലേയേഴ്സുമായിട്ട് മാറുന്നു. 11 ടീം 27 പ്ലേയേഴ്സുമായിട്ട് മാറുന്നു. ഫൈറ്റ് വരെ ഫോർ സൈഡ് തന്നെ. COD ടാങ്കിന് നോക്കൗട്ട്. COD പ്രൈസിന് കില്ല് കൺഫേം കയറി പോകുന്നുണ്ട്. COD റോച്ച് മാത്രമാക്കി. COD റോച്ചിനെ അടിച്ച് കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും അവിടെ കോർ esports അവിടെ IRX കോർ esports ടീം അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ട് ടോർ മായാവിയുടെ ഫൈറ്റ് നടക്കുന്നു. ടോർ മായാവിയിലോട്ട് പോയി നോക്കാം. ടോർ ക്രേസി ടോർ മായാവി കൂടെ ആരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടോർ ക്രേസി Rocky 01 നോക്കൗട്ട് ആവുന്നു. Rocky 01 നോക്കൗട്ട് ആവുന്നു. ടീം 25 ആയിട്ട് ഫൈറ്റ് Rocky 01 കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള ടീം 25 Rocky 03 കയറി വരുന്ന Rocky 03 സോണൗട്ടാണ്. സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് ഔട്ട്. Rocky 01 തീരുന്നു. അവിടെ നോക്കാം. ടോർ പ്ലേസ് ടീം ടോർ നോക്കാം. ക്രോസ് ചെയ്ത് ക്രേസി വന്നിട്ടുണ്ട്. ക്രേസി ടാഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലേസ് ഉള്ള Rocky 03 തീരുന്നുണ്ട്. അങ്ങനെ 9 ടീം 21 പ്ലേസ്. ടോർ ക്രേസി ടോർ മായാവി മാത്രം ബാക്കി. വേറെ ടോറിൻ്റെ ബാക്കി പ്ലേയേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ടോറിൻ്റെ ബാക്കി പ്ലേയേഴ്സ് ആയിരുന്നുണ്ട്. ഇതിലേക്ക് DS അബു അഹമ്മദ് OG അൻപുവിനെ നോക്കൗട്ട് ആക്കുന്നു. DS അബു അഹമ്മദ് ഇവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്. OG അൻപു വിനയ് മിശ്ര OG അൻപു DS അസ്നി ഫിനിഷ് ആവുന്നു. DS അബു അഹമ്മദ് മാത്രം ബാക്കി. DS അബു അഹമ്മദിന് എന്ത് ചെയ്യാൻ പറ്റും? DS അബു ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അടിക്കുന്നുണ്ട്. അടിച്ച് നോക്കൗട്ട് ആക്കിയില്ല. ഫിനിഷ് ആക്കി. സോ വിനയ് മിശ്ര OG അൻപു ടീം അവിടെ കില്ല് കൊണ്ടുപോയി കഴിഞ്ഞു. സായന്ത്രൻ റിജു വിനയ് മിശ്ര ആംഗ്രി ബേർഡ് OG അൻപു സായന്ത്രൻ റിജു വിനയ് മിശ്ര ആംഗ്രി ബേർഡ് OG അൻപു തുടങ്ങിയ ടീം അവിടെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. കലിപ്പായിട്ടുണ്ട്. സോ അടിപൊളി സൂപ്പർ. സോ അവിടെ തൊട്ടടുത്ത ടീം 23 കയറി വരുന്നു. 23 ഇവിടെ DS വില്ലൻ കയറി വരുന്നു. DS വില്ലൻ ഒറ്റയ്ക്കാണ്. DS വില്ലൻ കയറി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടോർ ടീമുണ്ട്. ടോർ മായാവി ടോർ മായാവിക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. ടോർ മായാവി നോക്കൗട്ട് ആകാൻ ഒരു ടോർ മായാവി നോക്കൗട്ട് ആയിട്ടുണ്ട്. ടോർ ക്രേസി മാത്രം ബാക്കി. ടോർ മായാവിയുടെ അടിച്ച് ഫിനിഷ് ചെയ്യാൻ നോക്കും. ടോർ മായയുടെ കില്ല് കൺഫേം ആകുന്നു. ടോർ ക്രേസി സൈഡിലുണ്ട്. ടോർ ക്രേസി കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം എന്ത് സംഭവിക്കാന്നുള്ള. ടോർ ടീമിന് ഇനി എത്ര പേര് ബാക്കിയുണ്ട് നോക്കാം. ടോർ ടീമിന് ഇനി ആരുമില്ല ബാക്കി. ടോർ ക്രേസി മാത്രമേ ബാക്കിയുള്ളൂ. നോക്കാം അടുത്ത ചിക്കൻ ആര് കൊണ്ടുപോകും. 8 ടീമും 17 പ്ലേയേഴ്സ് 8 ടീം 17 പ്ലേയേഴ്സ് മേലെ ഉണ്ട്. നോക്കാം. ടീം 14 അടുത്തുണ്ട്. ടീം 14 13 എല്ലാം അടുത്തുണ്ട്.
ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക നോക്കി നോക്കാം എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത്. ടോർ ക്രേസി അവിടെ നിൽപ്പോണ്ട ടീം മൈ ആരക്സ് നിൽപ്പോണ്ട എന്തായാലും എട്ട് ടീമും 17 പ്ലേയേഴ്സും അല്ലേ 17 ടോർ ക്രേസിൻ്റെ കില്ല് അവിടെ റാറ്റ് IRX കൺഫേം ചെയ്യുന്നു. ടോർ ടീം കംപ്ലീറ്റ് അവിടെ വൈപ്പ് ആവുന്നു. IRX ടീം അവിടെ ടോർ ടീമിൻ്റെ കില്ല് കൺഫേം ആക്കി കംപ്ലീറ്റ് വൈപ്പ് ആക്കുന്നു. COD ഗോസ്റ്റോട് പോകാൻ COD ഗോസ്റ്റോട് നിൽപ്പോണ്ട് COD ഗോസ്റ്റ് 14 വേഴ്സസ് ടീം 13 നടക്കാൻ ചാൻസ് COD ടീം 13 വേഴ്സസ് അവിടെ അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. സൈൻതൻ റിജു 1 HP മാറുന്നു. COD ഗോസ്റ്റിന് നോക്കൗട്ട് ആകുന്നു. വിനയ് മിസ്റ്റർ അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. ഒരു വിനയ് മിസ്റ്റർ ഒരു ഓപ്പി സ്നൈപ്പിംഗ് ഷോട്ടിലൂടെ നോക്കൗട്ട് ആകുന്നു. അവിടെ തിരിച്ച് DS സന്തോഷ് സൽക്കടിച്ച് സൈൻതൻ റിജുവിനെ നോട്ടാക്കുന്നു. സിന്ധു സൽക്കട സൈൻതൻ റിജുവിനെ നോക്കൗട്ട് ആക്കുന്നു. ഇവിടെ ബാക്കിയുള്ള ആംഗ്രി ബേർഡ് 1 HP നിൽക്കുകയാണ്. OG അൻപു വിനയ് മിസ്റ്റർ നിൽപ്പുണ്ട്. നോക്കാം ഫൈറ്റ് നടക്കുമായിരുന്നു. DS വില്ലൻ നിൽക്കുന്നു. DS വില്ലൻ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. DS വില്ലൻ സൈഡിൽ സിന്ധു സാൽക്കിനെ നോക്കൗട്ട് ചെയ്യുന്നു. DS വില്ലൻ സിന്ധു സാൽക്കിനെ നോക്കൗട്ട് ചെയ്യുന്നു. അവിടെ PF പ്രൊഫസർ മാത്രമേ മാറുന്നു. PS പ്രൊഫസർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? PS പ്രൊഫസർ ഒറ്റയ്ക്കാണ്. PS പ്രൊഫസർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയില്ല. നോക്കാം ഒരു COD ഗോസ്റ്റിന് കില്ല് വിനയ് മിസ്റ്റർ കൺഫേം ചെയ്യുന്നു. PF പ്രൊഫസർ റിവൈവ് എടുക്കാൻ പറ്റുമോ നോക്കുന്നു. ഹിന്ദു സാൽക്കിനെ റിവൈവ് എടുക്കാൻ പറ്റുമോ നോക്കിയാൽ ചേട്ടാ PSM മരിച്ചോ എന്ന് വെച്ചാൽ PSM ക്രോണോസ് മാത്രമുണ്ട് അവിടെ. PSM ക്രോണോസ് മാത്രമുണ്ട്. ക്രോണോസ് മാത്രമേ ഇപ്പോൾ എലയുമാണ്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. PSM ക്രോണോസ് മാത്രമുണ്ട്. ഹിന്ദു സാൽക്കിൻ്റെ റിവ്യൂ എടുക്കാൻ നോക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഹിന്ദു സാൽക്കിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. OG അൻപു PF പ്രൊഫസർ അടിക്കുന്നു. PS പ്രൊഫസർ അങ്ങനെ ആംഗ്രി ബേഡിനെ നോക്കൗട്ട് ചെയ്യുന്നു. അടുത്ത ആൾ കയറി വന്നു. ആംഗ്രി ബേഡിനെ നോക്കൗട്ട് ചെയ്യുമ്പോൾ അടുത്ത ആൾ കയറി വന്നു. PF പ്രൊഫസർ നിൽക്കുന്നു. PF പ്രൊഫസർ അടുത്ത ആൾ കയറി വന്നു. വിനയ് മിസ്റ്റർ സോൺ ഔട്ടായിട്ട് ഹെൽത്ത് കുറവാണ്. ആംഗ്രി ബേഡിനെ റിവ്യൂ എടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. വിനയ് മിസ്റ്റർ കയറി വരുന്നുണ്ട്. വിനയ് മിസ്റ്റർ സോൺ ഔട്ടായി മരിക്കുമെന്ന് അറിയില്ല. ഇവർ സോൺ എന്നാണോ സോൺ ഔട്ടാണ്. 14 മീറ്റർ പോകേണ്ടത് സോൺ ഔട്ടാണ്. എന്തായാലും ആംഗ്രി ബേഡിൻ്റെ കില്ല് അവർ കൺഫേം ചെയ്തു. ആംഗ്രി ബേഡിൻ്റെ കില്ല് കൺഫേം ചെയ്ത് PF പ്രൊഫസർ അങ്ങനെ സോണിൽപ്പെട്ട് മരിക്കുന്ന ആദ്യം നമ്മൾ കാണുന്നു. സോ ദേ ഹാവ് ബീൻ ഫിനിഷ്ഡ് ഇൻ പ്ലേ സോൺ. സോ നോക്കിയാൽ 6 ടീം 12 പ്ലേയേഴ്സ് മാത്രമേ അടിച്ച് ഫിനിഷ് ആക്കാൻ ടക്ലിനൊക്കെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ട് പാത്തനെ ഇവിടെ ആരും മൊളോട്ടോവ് കിട്ടുന്നുണ്ട്. എന്തിനാ മൊളോട്ടോ കിട്ടുന്നില്ല. അവിടെ DS വില്ലൻ കയറുന്നു. DS വില്ലൻ ഒരാളെ നോക്കൗട്ട് ആക്കി. DS വില്ലൻ അടുത്ത ആൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. DS വില്ലൻ കില്ല് കൺഫേം ചെയ്ത് നോക്കുന്നുണ്ട്. DS വില്ലൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരു കില്ല് പോലും കൺഫേം ചെയ്യാൻ പറ്റില്ല. DS വില്ലൻ അങ്ങ് നൈസായിട്ട് ചത്ത് പോകുന്നു. DS വില്ലൻ ടോട്ടൽ 5 കില്ല് എടുത്തിട്ടുണ്ട്. പക്ഷേ 5 കില്ല് കൺഫേം ആക്കാൻ പറ്റില്ല. സൈൻതൻ റിജു നോക്കൗട്ട് ആവുന്നു. വിനയ് മിശ്ര 1 HP നിൽക്കുന്ന വിനയ് മിശ്ര എന്ത് ചെയ്യും? വിനയ് മിശ്ര അടിക്കാൻ ചാൻസ് ഉണ്ട്. അവർ ടീം നമ്പർ 4 ടീമും 10 പ്ലേയേഴ്സുകളെ PSM ക്രോണോസ് ഒറ്റയ്ക്കാണ്. ഇവിടെ TNT ഷാർക്കും ഡക്കിൽ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. നോക്കാം ഇവിടെ PSM ക്രോണോസ് ഒറ്റയ്ക്കാണ്. ഇവിടെ ടീം നമ്പർ 17 IRX സെറ്റായി നിൽപ്പുണ്ട്. അവിടെ നോക്കാം ഇവർക്ക് സോണിൽ കയറണം. സോണിലാകെ 15 PSM ക്രോണോസും IRX മാത്രമേ ഉള്ളൂ. ടക്ലിൻഡക്കും TNT ഷാർക്ക് ടീം നിൽപ്പുണ്ട്. സൈൻതൻ റിജു OG അൻപു വിനയ് മിസ്റ്റർ അടങ്ങുന്ന ടീം കയറി പോകുന്നു. അവർക്ക് ആംഗ്രി ബേഡിന് നഷ്ടമായി. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. നോക്കാം അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. എവിടെയായിരിക്കും അടി നടക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. PSM ക്രോണോസിലോട്ട് പോയി നോക്കാം. PSM ക്രോണോസ് അവിടെ ഒരു സ്മോക്കൊക്കെ ഇട്ട് പോയാലുള്ള പ്ലാൻ അവർ കയറി പുഷ് ചെയ്യുന്നുണ്ട്. PSM ക്രോണോസ് പുഷ് ചെയ്യുന്നു. PSM ക്രോണോസ് അടിച്ച് നിൽക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. M249 ഷോട്ടിൽ M416 ഷോട്ടിൽ അങ്ങനെ PSM ക്രോണോസ് ചെയ്തു. 3 ടീം 9 പ്ലേയേഴ്സ് മാത്രം. 3 vs 3 എന്ന സിറ്റുവേഷൻ. 3 vs 3 നോക്കാം ആര് ചിക്കൻ ഡിന്നർ അടിക്കും, ആരാണ് കൊണ്ടുപോകുക എന്നുള്ളത് നോക്കാം. 3 vs 3 3 vs 3 ടക്ലിൻഡാക്ക് TNT ഷാർക്ക് 40 TNT അക്തർ TNT ഷാർക്ക് 47 TNT അക്തർ നിൽക്കുമ്പോൾ അപ്പുറത്തെ വിനയ് മിസ്റ്റർ സൈൻതൻ റിജു OG അൻപു ഇപ്പുറത്ത് നോക്കിയാൽ റാറ്റ് IRX സൈത്താൻ IRX മൈജി IRX. So there is a 3 vs 3 situation here. Ducklinduck, TNT Shark and TNT Akhtar are on prawn mode. I think they are getting fire. Like the IRX is getting fire from OG Anpu, Vinay Mishra, Scienthan Riju team. So let's see what will be happen. Who will win the chicken dinner? So here we got 3 teams: Vinay Mishra, Scienthan Riju, OG Anpu, and Miji IRX, Tata IRX, and Kosai IRX versus TNT Shark 47, TNT Akhtar, and Ducklinduck. Let's see who will win the chicken dinner here. So let's wait and see who will win the chicken dinner here. എന്തായാലും അവിടെ മൊളോട്ടോവ് എറിഞ്ഞിട്ടുണ്ട്. നോക്കുന്നുണ്ട് എന്താ സംഭവിക്കുകയെന്നറിയില്ല. റിസൾട്ടൊന്നും ഉണ്ടാക്കില്ല മൊളോട്ടോവ്. എന്തായാലും ഇവർക്ക് സോണിൽ ഓൾമോസ്റ്റ് എല്ലാവരും സോണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ഇപ്പോൾ അധികം നടക്കാൻ ചാൻസ് ഇല്ല. നോക്കാം ഒരു ഗ്രനേഡും സ്മോക്കൊക്കെ എറിയുന്നുണ്ട്. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം ഫൈറ്റ് എവിടെ നടക്കും, ആരടിക്കും. എന്തായാലും കോർട്ട് 17 ഫേവറബിൾ ആണ് സോണ്. എന്തായാലും ഇവിടെ TNT ടീം അവർക്ക് സോണി കയറേണ്ടവരും TNT ടീമിന് സോണി കയറേണ്ട. ടീം 13 നല്ല രീതിയിൽ സോണി കയറേണ്ട. അവർക്ക് ഓപ്പണിലാണ് സോണി കയറേണ്ട. അവർ അടിക്കുന്ന M24 വെച്ച് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ആർക്കും കണക്റ്റ് ആവുന്നില്ല. കോർ സൈത്താനോട് M24 വെച്ച് അടിക്കുകയാണ്. M24 വെച്ച് അടിച്ചിട്ട് ഒന്നും കണക്റ്റ് ആവുന്നില്ല. TNT അക്തറിനെ അടിക്കുന്നു. TNT അക്തറിനെ കണക്കാണ്. വിനയ് മിസ്റ്റർ അവിടെ മൈജി IRX നോക്കൗട്ട് ആവുന്നു. മൈജി IRX നല്ല ടാഗ് ഇടുന്നുണ്ട്. പക്ഷേ വിനയ് മിസ്റ്റർ അവിടെ നോക്കൗട്ട് ആവും. TNT അക്തറിനെ അടിക്കുന്നു. TNT അക്തർ അടിക്കുന്നു. എല്ലാവരും അടിക്കുന്ന എല്ലാം തറയിലാണ് കൊള്ളുന്നു തോന്നുന്നു. അവർ റീലോഡ് ചെയ്യുമ്പോഴത്തേക്ക് TNT അക്തറിനെ നോക്കൗട്ട് ആവുന്നു. TNT അക്തറിൻ്റെ കില്ല് കൺഫേം ചെയ്യാൻ നോക്കും. TNT അക്തറിൻ്റെ കില്ല് കൺഫേം ചെയ്യാൻ TNT റാറ്റ് IRXന് ഡക്ലിനൊക്കെ അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. അവിടെ കോസൈത്ത IRX TNT അക്തറിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നു. ഇവിടെ നോക്കി മൈജി IRX വിനയ് മിസ്റ്ററെ നോക്കൗട്ട് ആക്കുന്നു. മൈജി IRXനെ തിരിച്ച് നോക്കൗട്ട് ആകുന്നു. സോ ഇവിടെ കോസൈത്ത IRX മാത്രം ബാക്കി. എൻ്റെ പൊന്നെ അടിപൊളി. അവിടെ 3 vs 1 vs
3 എന്നുള്ള സിറ്റുവേഷൻ ഇടുകയല്ല, 3 vs 1 vs 2 എന്നുള്ള സിറ്റുവേഷനിലോട്ട് പോകേണ്ടി വരുന്നു. അവിടെ ഡക്ലിൻ്റെ അവിടെ ഗ്രനേഡ് ഇടുന്നു, ഗ്രനേഡ് റൈറ്റ് ആയർസിനെ റിവൈവ് എടുക്കാൻ നോക്കുന്നുണ്ട് അടിക്കുന്നുണ്ട്, കയറിപ്പോൾ ഫോർസൈറ്റ് ആയർസ് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 vs 3 സിറ്റുവേഷൻ സയൻസ് ജുനൈസർ കയറി വന്നു, ഡക്ലിൻ ഡക്കൻ TNT ഷാർക്ക് എന്ന് പോകേണ്ട നോക്കി നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. 2 vs 3 situation, Duckly Duck, TNT Shark, Alive versus OG Embu, Vinay Mista and Saint Raju. Who will win the chicken dinner? Team number 18 or team number 13? Let's see. Let's wait for the final result. Saint Raju, Vinay Mista and OG Embu still alive, and at the other end, Shark 47, TN Shark 47, Duckly Duck also alive. So let's see who will win the chicken dinner. So let's see. Cool. So somebody's firing. Adikkunnu, Duckly Duck knockout ആവുന്നു, TNT Shark മാത്രം knock ആവുന്നു. TNT Sharkനെ ഫിനിഷ് ചെയ്യുന്നു, അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കുന്നു. സോ ടുഡേസ് ചിക്കൻ ഡിന്നർ ഗോസ് ടു OG Embu, Saint Raju, Vinay Mishra and Angry Bird team. They have taken 6 plus 2, 8 kills. 6 plus 8, 2, 8 kills they have taken. So big shout out to Saint Raju, OG Embu, Vinay Mishra and Angry Bird. Hip hip hooray. So second position തിരിക്കുന്ന TNT Shark, TNT Actor, Duckly Duck എടുക്കുന്ന ടീമാണ്. സോ അവർ 7 കിലോ എടുത്തിട്ടുണ്ട്. തേർഡ് തിരിക്കുന്ന കോസ് RX റൈറ്റ് ആയർസ് വൈജാർസ് അവർ 10 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ തേർഡ് PSM ടീം കിലോ നിൽക്കാൻ പറ്റില്ല. ഫോർത്ത് തിരിക്കുന്ന DS ടീമാണ്. ടോട്ടൽ 10, 11, 13 കിലോ എടുത്തിട്ടുണ്ട്. മാത്തൻ മരിയ കുര്യൻ റോസ് കിട്ടുന്ന 6th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും ലൈവ് കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സോ എന്തായാലും നമുക്ക് നാളെ വീണ്ടും കാണുന്നവരെ ദിസ് SR Shyam signing off from SR Gaming. Stay safe, stay healthy, stay hygiene. Thank you very, very, very much.